റാംജിറാവു പോലുള്ള സിനിമയിലൊക്കെ തമാശയ്ക്ക് പുറകെ തമാശ ഇങ്ങനെ അടുപ്പിച്ച് വെക്കാൻ സാധിച്ചത് ഈ ഞങ്ങളുടെ ഈ സ്റ്റേജ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വേറൊരാൾക്ക് ഇൻസ്പയർ ആകുക, ഈ ആർട്ടിസ്റ്റിന് മറ്റേ ആൾ ഇൻസ്പയർ ആകുക, അങ്ങനെ ഇത് കൊഴുത്തു വരും. അപ്പോൾ ഒരു സ്കിറ്റ് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സ്റ്റേജ് ചെയ്ത സ്കിറ്റ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു 25% കൂടി ഡെവലപ്പായിട്ടുണ്ടാവും, തമാശകൾ കൂടിയിട്ടുണ്ടാവും, ഇമ്പാക്റ്റ് കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു 4-5 സ്കിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊരു പെർഫോമൻസ് കഴിയുമ്പോഴേക്കും ഇതൊരു പെർഫെക്റ്റ് സ്കിറ്റായിട്ടുണ്ടാവും. അപ്പോൾ അത് കളിച്ചാണ് നമ്മളത് ഇത് എടുക്കുന്നത്. കാരണം ഓഡിയൻസിൻ്റെ റിയാക്ഷൻ, പിന്നെ ഈ ക്യാരക്ടറായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്, അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരും. ഈ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ക്യാരക്ടർക്ക് ഡയലോഗ് എഴുതുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറണം എന്ന് നമ്മൾ പഠിക്കുന്നത് അവിടെ നിന്നാണ്. ആ ക്യാരക്ടറായിട്ട് അയാളുടെ ഹിസ്റ്ററി പഠിച്ചു, അയാൾ എന്താണെന്ന് മനസ്സിലാക്കി, അയാളുടെ മനസ്സിൽ കണ്ട് അയാളായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് ആ കഥാപാത്രം കയറിയിട്ട് നമ്മളിലേക്ക് ആ ഡയലോഗുകൾ സ്വാഭാവികമായിട്ട് നമ്മളിതുവരെ പറയാത്ത തരത്തിലുള്ള ഡയലോഗുകൾ അയാളുടേതായ ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും.